ഹലോ മക്കളെ, വെൽക്കം ടു റാൻസ്. ഇന്ന് നമ്മൾ പോളിനോമിയൽ ബഹുപദത്തിലെ ഷുവർ ക്വസ്റ്റ്യൻ ആണിത്. എന്തായാലും വരും, ഉറപ്പാണ്. ഇത് എത്ര മാർക്കിനാണ് വരാറ്? 5 മാർക്കിന് നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, പബ്ലിക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ഉണ്ടായിരിക്കും, ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കട്ടെ. നോക്കിക്കോ. കൺസിഡർ ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 11x പ്ലസ് 21 അല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? പി ഓഫ് 2 കാണാനാണ് പറഞ്ഞത് അല്ലേ. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2 കാണാൻ. സി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ്, പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2 ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അല്ലേ. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിലെ പ്രൊഡക്റ്റ് ആക്കി എഴുതാനാണ് പറഞ്ഞത്. അതിനാണ് ഈ മലയാളം വായിക്കുന്നുണ്ടേ മക്കളേതാ. എക്സ് സ്ക്വയർ മൈനസ് 11x പ്ലസ് 21 എന്ന ബഹുപദം പരിഗണിക്കുക. എ ക്വസ്റ്റ്യൻ പി ഓഫ് 2 കണക്കാക്കുക. പി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2 കാണുക. പിന്നെ സി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2 എന്ന ബഹുപദത്തെ രണ്ട് ഒന്നാംകൃതി ബഹുപദങ്ങളുടെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഗുണനഫലമായി എഴുതുക അല്ലെ. നോക്കണേ, കൂടെ നിന്നോ ഒറ്റയടിക്ക് പരിപാടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇക്വേഷൻ ഒന്നും വേണ്ട, പഠിക്കേണ്ട ആവശ്യമില്ല, ഒറ്റയടിക്ക് പരിപാടി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ പോളിനോമിയൽ എന്താ? പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 11x പ്ലസ് 21 അല്ലേ. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 11x പ്ലസ് 21 അല്ലേ. അങ്ങനെയാണ്. ക്വസ്റ്റ്യൻ എന്താടാ? പി ഓഫ് 2 കാണാനല്ലോ പറഞ്ഞത്. പി ഓഫ് 2 കാണാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? എക്സ് ഉള്ളിടത്തൊക്കെ എന്ത് ചെയ്താൽ മതി? 2 അങ്ങോട്ട് കൊടുത്താൽ മതി അല്ലേ. അപ്പൊ എന്ത് വരും? 2 സ്ക്വയർ മൈനസ് 11 ഇൻറ്റു 2 പ്ലസ് 21. ഓക്കെ, അപ്പം തരും 2 സ്ക്വയർ 4, 11 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 22 പ്ലസ് 21. ഇവിടെ നിങ്ങളില്ലേ 4 മൈനസ് 22 കുറച്ച്, പിന്നെ 21 കൂട്ടാൻ പോണ്ട, നിങ്ങൾ പ്ലസ് ഉള്ളതൊക്കെ അങ്ങോട്ട് കൂട്ടിയാൽ മതി. എന്താ 4 21 കൂട്ടിയാൽ എത്രയാണ്? 25 മൈനസ് 22 അല്ലേ. പ്ലസ് എല്ലാം അങ്ങോട്ട് കൂട്ടി വെക്കുക, എന്നിട്ട് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 25 22 കുറച്ചാൽ എത്ര? പി ഓഫ് 2 ഈക്വൽ ടു 3 ഈസ് ദ ആൻസർ. ഓക്കെ, റെഡി അല്ലേ? റെഡി ആണല്ലോ. ഇനി നമ്മളെ ബി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഫൈൻഡ് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2. അത് കണ്ടിരുന്ന് എട്ടാൻ വെക്കണ്ട കേട്ടോ. പി ഓഫ് എക്സ് പി ഓഫ് 2 കുറയ്ക്കാണ്. പി ഓഫ് 2 നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഓക്കെ, നോക്കണേ മക്കളെ. അപ്പോൾ എന്താണ്? പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2 കാണാനല്ല പറഞ്ഞത് അല്ലേ. ഓക്കെ, ബി ക്വസ്റ്റ്യൻ അവിടെ ചെയ്യുന്നുണ്ട്. ബി ക്വസ്റ്റ്യൻ ഇത് എ ആണ് അല്ലേ. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2 ഇത് കണ്ടിട്ട് ബേജാറാവില്ല, ഞാൻ പരിപാടിയാണ്. പി ഓഫ് എക്സ് ഇതല്ലേ, ഇതാ എക്സ് സ്ക്വയർ മൈനസ് 11x പ്ലസ് 21 എന്ത് കുറയ്ക്കാനാ പറഞ്ഞത്? പി ഓഫ് 2 കുറയ്ക്കാൻ. പി ഓഫ് 2 നമ്മൾ കണ്ടുപിടിച്ചാണല്ലോ 3 അല്ലേ. 3 കുറയ്ക്കാനാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ എന്ത് വരും? പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2 ഈക്വൽ ടു ഇതിൽ 3 കുറച്ചോ, എക്സ് സ്ക്വയർ മൈനസ് 11x 21 3 കുറച്ച് എത്ര? പ്ലസ് 18. ഓക്കെ, പരിപാടി കഴിഞ്ഞ്. റെഡി. ഇനി സി ക്വസ്റ്റ്യൻ നോക്കണം. സി ക്വസ്റ്റ്യൻ നോക്ക്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. എന്താ? റൈറ്റ്, പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2 ആസ് ദ പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. അതായത് ഇതിനെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാണ് പറഞ്ഞത് അല്ലേ. മലയാളത്തിൽ ഇതാ ബഹുപദത്തിന്റെ എന്ന ബഹുപദത്തെ രണ്ട് ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക. ഈ ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പാണ് മക്കളെ. നോക്കണേ ഫുൾ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കണേ. ഇതാ എന്താ? പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2 ഇതിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതാനല്ല പറഞ്ഞത്. നോക്കണേ, ഏതാ നമ്മുടെ പോളിനോമിയൽ? എന്താ? പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2 എന്താ? എക്സ് സ്ക്വയർ മൈനസ് 11x പ്ലസ് 18 ആണ്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ, 2 നമ്പറുകൾ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടണം അറിയോ? -11. അതേ 2 നമ്പറുകൾ ഗുണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം അറിയോ? 18. ഇങ്ങനെ 2 നമ്പറുകളൊന്ന് പറയും. അതായത് 2 നമ്പറുകൾ എനിക്ക് കൂട്ടിക്കഴിഞ്ഞാൽ -11, അതേ നമ്പറുകൾ എന്ത് ചെയ്യുക? ഞാൻ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 18 കിട്ടുന്ന 2 നമ്പറുകൾ പറയൂ. 2 നമ്പറുകൾ ഏതൊക്കെ? -2 അതന്നെ, -2 -9 ഇല്ലടാ അല്ലേ. -2 -9 കൂട്ടി കഴിഞ്ഞാൽ -11. -2 ഇൻറ്റു -9 എന്ന് പറഞ്ഞാൽ എത്ര? 18. അങ്ങനെ സാർ ഇവിടെ 2 മൈനസ് ഉണ്ടല്ലോ, അങ്ങനെ പ്ലസ് ആയത്. മൈനസും ഇൻറ്റു ചെയ്ത പ്ലസ് ആണ് അല്ലേ. അപ്പൊ -2 -9 ആണ്. അപ്പൊ നമ്മുടെ നമ്പർ എന്തൊക്കെയാണ്? -2, -9 അല്ലേ. ഇനി നോക്കിക്കോ, ഇത്ര പണിയുള്ളൂ. അതിന്റെ കൂടെ അങ്ങോട്ട് എക്സിറ്റ് കൊടുത്താൽ മതി. x -2 x -9 അത്രേ ഉള്ളൂ. ഓക്കെ, റെഡി. നിങ്ങൾ ഇത്ര മാത്രം ആലോചിക്കുക. ഇങ്ങനെ ഒരു പോളിനോമിയൽ എന്നാൽ 2 നമ്പറുകൾ കൂട്ടിക്കഴിഞ്ഞാൽ
ഇതാ ഈ നമ്പറും അതേ നമ്പർ ഗുണിച്ച് കഴിഞ്ഞാൽ ഈ നമ്പറും, അങ്ങനെ 2 നമ്പറുകൾ നോക്കുക അല്ലേ. അതിന് നേരെ എക്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ ഇക്വേഷൻ എന്ന് പറയുന്നുണ്ട്, അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇങ്ങനെ അങ്ങോട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് 5 മാർക്ക് അവിടെ അങ്ങോട്ട് വെക്കും. ഓക്കെ, റെഡി അല്ലടാ? സെറ്റ് അല്ലേ? പറഞ്ഞൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേടാ.